അങ്ങനെ 9 ഓസ്കാർ നോമിനേഷൻ ലഭിച്ച 9 അല്ലേ അതോ 8 ആണോ 9 മാർട്ടി സുപ്രീം പടം കണ്ടു. ഞാൻ ഈ പടം നമ്മുടെ നാട്ടിലെ തിയേറ്ററിൽ വന്നാൽ എവിടെയാണെങ്കിലും പോയി കാണണമെന്ന് വിചാരിച്ചാണ്. കഴിഞ്ഞ ആഴ്ചയാണ് സിനിമ റിലീസായത്. അപ്പൊ അതുപോലെ കോട്ടയത്തൊന്നും ഉണ്ടായിരുന്നില്ല, PVR മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൊച്ചിയിൽ പോയിട്ട് പടം കാണണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ആ ടൈമിൽ എനിക്ക് പനി വന്നു, അത് കഴിഞ്ഞ് ഫുഡ് പോയിസൺ അടിച്ചു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച പടം കാണാൻ പറ്റിയില്ല. എന്തായാലും ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ 129 രൂപയ്ക്ക് ഇന്ന്, അതായത് വ്യാഴാഴ്ച, പടം PVR കാണാൻ പറ്റുമെന്ന് കണ്ടു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, രാവിലെ നേരെ വിട്ടു. അങ്ങനെ ഫോറം മാളിൽ പോയിട്ട് പടം കണ്ടു. സോ ഇന്ന് നമ്മൾ ജോർജ് സഫ്ഡി സംവിധാനം ചെയ്ത് ടിമോത്തി ഷാലമേറ്റ് നായകനായിട്ട് വന്ന മാർട്ടി സുപ്രീം എന്ന ഇംഗ്ലീഷ് സ്പോർട്സ് കോമഡി ഡ്രാമ സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മാർട്ടി എന്നൊരു സെയിൽസ്മാന്റെ കഥയാണിത്. അയാൾക്ക് ടേബിൾ ടെന്നീസിനോടുള്ള അഗാധമായ പ്രണയം അല്ലെങ്കിൽ ആവേശം, അതിനുവേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ശ്രമവുമൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. മാർട്ടി റീസ്മാൻ എന്ന ഒരു അമേരിക്കൻ ടേബിൾ ടെന്നീസ് പ്ലെയറിന്റെ ജീവിതത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ഒരുക്കിയ സ്ക്രിപ്റ്റ് ആണ് ഈ സിനിമയുടേത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള, അൺകൺവെൻഷണൽ ആയിട്ടുള്ള, എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു നല്ല പടമാണ് മാർട്ടി സുപ്രീം. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഓവർ ഹൈപ്പ്, ഇപ്പൊ ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ആക്ടറിനൊക്കെ ഉൾപ്പെടെ 9 ഓസ്കാർ നോമിനേഷൻ, അങ്ങനെ ഞാൻ ഒരുപാട് പോസിറ്റീവ്സ് ഒക്കെ കേട്ടിട്ട് കുറച്ച് അമിത പ്രതീക്ഷയോടെയാണ് ഈ പടം കാണാൻ പോയത്. അതുകൊണ്ടാണോ എന്തോ എനിക്ക് കറക്റ്റ് അറിയില്ല. എനിക്ക് എല്ലാവരും പറയുന്ന അത്ര ഒരു മാസ്റ്റർ പീസ് ലെവൽ അല്ലെങ്കിൽ അത്രയും ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. അതെന്താ അങ്ങനെ തോന്നാത്തതെന്ന് കുറച്ച് കാരണങ്ങളുണ്ട്, ഞാൻ പിന്നെ പറയാം. സ്റ്റിൽ ഇറ്റ്സ് സൂപ്പർ. പെർഫോമൻസ് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിലെ വെറൈറ്റി സിറ്റുവേഷൻസ് ഒക്കെ കൊണ്ട് പടം കിടുവാണെന്ന് തന്നെ പറയാം. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയായിരുന്നു എനിക്ക് അനോറ സിനിമ ആദ്യം കണ്ടപ്പോഴും ഫീൽ ചെയ്തത്. അത്രയ്ക്കുണ്ടോ എന്നൊരു തോന്നൽ. സ്റ്റിൽ അനോറ എന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പടമാണ്. ഞാൻ ആ പടം 2 തവണ കണ്ടിട്ടുണ്ട്. ഒരു തവണ തിയേറ്ററിൽ പോയി പിന്നെയും കണ്ടു. സോ ഇതും ഒരു വെറൈറ്റി സിനിമയാണ്. കിടിലം പെർഫോമൻസ് ഉണ്ട്, അതുപോലെ ക്യാരക്ടർ ഡ്രിവൻ ആണ്. പിന്നെ ഒരു യൂഷ്വൽ കൺവെൻഷണൽ സ്റ്റൈലിലൊന്നും അല്ല ഇതിന്റെ കഥ പോകുന്നത് തന്നെ. ഓസ്കാർ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ടൈപ്പ് സിനിമ എന്ന് കരുതി ഇതൊരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള, ഇഴഞ്ഞു പോകുന്ന ഒരു പടമൊന്നുമല്ല. വളരെ ഫാസ്റ്റ് പേസിൽ എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു സിനിമ കൂടിയാണ്. കുറെ ഫണ്ണി എലമെന്റ്സ് ഉണ്ട്, അത്യാവശ്യം ചിരിക്കാനുണ്ട്. ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിലും പടം മികച്ചതാണ്. ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ടിമോത്തി ഷാലമേറ്റ് പടമാണെന്ന് പറയാം. തുടങ്ങി തീരുന്നത് വരെ പടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പുള്ളി മാത്രമാണ്. ഒരു തരത്തിൽ പുള്ളിയുടെ ഒരു ഓട്ടമാണ് ഈ സിനിമ എന്നും പറയാം. പടത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയും കക്ഷി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഒന്നുമല്ല. സത്യത്തിൽ എനിക്ക് ഈ പടത്തിൽ ഇഷ്ടം തോന്നിയത് ആരാ? ആ പട്ടിയെ. സോ ഒരു സൂത്രശാലിയായ, പലപ്പോഴും നുണയനായ, സ്വാർത്ഥനായ, ചിലപ്പോൾ ഒരു നല്ല ഊളയായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇതിലെ നായകൻ മാർട്ടി. പക്ഷെ പുള്ളിക്ക് ഒരു ഫോക്കസ് ഉണ്ടെന്നുള്ളതാണ് ആ ക്യാരക്ടറിന്റെ ഐഡന്റിറ്റി. സോ ഈ പടം ടിമോത്തി ഷാലമേറ്റിന് വേണ്ടി അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു പെർഫോമൻസിന് വേണ്ടി ഈ സിനിമ നമ്മളിങ്ങനെ കുത്തിയിരുന്ന് കണ്ടുപോകും. ഈ വർഷത്തെ മികച്ച നടനുള്ള ഓസ്കാർ നോമിനേഷൻ പോയ പടമാണ്. മിക്കവാറും പുള്ളിക്കാരൻ തന്നെയായിരിക്കും അത് തൂക്കുന്നത്. പക്ഷെ ഇത്തവണ നോമിനീസ് എല്ലാവരും കിടുവായിരുന്നു. എല്ലാവരും ഒന്നിനൊന്നും ബെറ്റർ ആണെന്ന് പറയാം. ട്രെയിൻ ഡ്രീംസ് സിനിമയിലെ നായകൻ കൂടി നോമിനേഷനിൽ വരേണ്ടതായിരുന്നു. പിന്നെയും പടത്തിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കുറെ ഉണ്ട്. ഒരു സിനിമാ നടി കൂടിയായ കെ സ്റ്റോൺ എന്ന കഥാപാത്രമായിട്ട് വരുന്ന ഗ്വിനത്ത് പാൽട്രോ നൈസ് ആയിരുന്നു. അതുപോലെ പുള്ളിക്കാരുടെ ഭർത്താവായിട്ട് വന്ന കെവിൻ ഓലൈറി, പുള്ളിയും കിടുവാണ്. റേച്ചൽ ആയിട്ട് വന്ന ഒഡീസ, അവരും നല്ല പെർഫോമൻസ് ആണ്. പിന്നെ ഇതിലൊരു പട്ടിയുടെ ഓണറായിട്ട് വരുന്ന ഒരു റോളിൽ ഏബൽ ഫെറാറി എന്ന നടനുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കഥാപാത്രങ്ങൾ പടത്തിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയാം. പിന്നെ ഞാൻ ഇതിലൊരു പട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ പട്ടിയെ കുറിച്ച് ഞാൻ കുറച്ച് ആകുലപ്പെട്ടായിരുന്നു. ടെക്നിക്കൽ സൈഡിലും കിടുവായിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിന്റെ ക്യാമറ, കളർ ടോൺ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒരു സിഗ്നേച്ചർ സ്റ്റൈലിലുള്ള ഒരു BGM ഉണ്ടായിരുന്നു. ഭയങ്കര രസമാണ്. പിന്നെ ഗ്രാഫിക്സ്, ഇതിന്റെ ഒരു ടൈറ്റിൽ തന്നെ ഭയങ്കര രസമാണെന്ന് പറയാം. ഒരു സെക്സ് സീനാണ്. അത് കഴിഞ്ഞിട്ട് അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളാണ് ടൈറ്റിൽ ഗ്രാഫിക്സ് ആയിട്ട് കാണിക്കുന്നത്. അത് ഭയങ്കര വെറൈറ്റി ആയിരുന്നു. ഒരു തരത്തിൽ പടം തുടങ്ങി അവസാനം കൊണ്ടു നിർത്തുന്നതും ആ ഒരു ടൈറ്റിൽ കാണിക്കുന്ന കാര്യത്തിന്റെ പരിണത ഫലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നെഗറ്റീവ്സ് പറഞ്ഞാൽ ഈ ഒരു മെയിൻ ക്യാരക്ടറിനോട് ഒരു ഇഷ്ടമില്ലായ്മ നമുക്കിടയ്ക്ക് തോന്നും. നായകൻ ഒരു പരിധിയെ കഴിഞ്ഞപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പണി കിട്ടി, ഒരു ഗതികെട്ട മനുഷ്യനാണല്ലോ എന്നൊരു ഫീൽ നമുക്ക് തോന്നും. സംഗതി പുള്ളിയുടെ കയ്യിലിരിപ്പ് കൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ നമുക്ക് കുറെ കഴിയുമ്പോൾ എന്താടോ വാര്യരെ നന്നാവാത്തെ എന്നൊരു അരോചക ഫീലിംഗ് വരും. പക്ഷെ അതാണ് അവർ ഉദ്ദേശിച്ചതും. ആ ക്യാരക്ടറിന്റെ ഒരു ആർക്ക് അങ്ങനെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ കർമ്മ ഈസ് എ ബീച്ച് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ലവ് ഹേറ്റ് ബന്ധമായിരിക്കും നമുക്ക് ആ കഥാപാത്രത്തോട് തോന്നുക. പിന്നെ ഇതിലെ കുറെ ക്രേസി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. വേണമെങ്കിൽ കുറച്ച് മണ്ടത്തരം കാണിക്കാതിരിക്കുമായിരുന്നെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു നമുക്ക് തോന്നും. ശരിക്കും ഒരു സിനിമാറ്റിക് ഹീറോ എന്നതിലുപരി റിയൽ ലൈഫിൽ എല്ലാവർക്കും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും തെറ്റുകളും ഒക്കെ ആണ് സംഭവിക്കാറുള്ളത്. അത് തന്നെയാണ്, അങ്ങനെയാണ് പടത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ വീണ് 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 ഉയരുക എന്നൊരു സംഭവം. സോ ചുരുക്കത്തിൽ നമുക്ക് ഇഷ്ടം തോന്നാത്ത ഒരു ക്യാരക്ടറിന്റെ കുറെ ഊളത്തരങ്ങളൊക്കെ ഉള്ള ഒരു പടമാണെങ്കിലും എന്തോ ഒരു പ്രത്യേകത കൊണ്ട് ഈ പടം നമ്മളെ കാണാൻ വേണ്ടി പിടിച്ചിരുത്തുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ സ്പെഷ്യാലിറ്റി. സോ മൊത്തത്തിൽ ഒരു മികച്ച സിനിമയാണ് മാർട്ടി സുപ്രീം. ഒരു അവാർഡ് പടം ആണ് അല്ലെങ്കിൽ ഓസ്കാർ ടൈപ്പ് പടമാണെന്ന് കരുതി മാറ്റിവെക്കേണ്ട.
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഒരു സിനിമയാണ്. നല്ലൊരു എന്റർടൈനർ ആണ് പടം. ഒപ്പം ടിമോത്തി ഷാലമെറ്റിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള ഒരു പടം കൂടിയാണ്. നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുമെങ്കിൽ മിസ്സാക്കണ്ട, വെർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ പടവും പടത്തിന്റെ കഥയും ഡയലോഗ്സും ഒക്കെ ഒരു 80% മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ ഇവർ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ എന്തുകൊണ്ട് ഇട്ടില്ല എന്നുള്ളതാണ് എന്റെ സംശയം. തമിഴ് പടത്തിന് വരെ ഇവരിടും, പക്ഷെ ഇംഗ്ലീഷിന് ഇടൂല. അത് മോശമാണ് കേട്ടോ. 2 മണിക്കൂർ 20 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ്. സെക്സ് സീൻസ്, ന്യൂഡിറ്റി ഒക്കെ പടത്തിലുണ്ടെന്ന് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.